നമസ്കാരം. നമുക്കറിയാം, കോൺഫിഡൻ്റൽ ഗ്രൂപ്പ് ഉടമയായിരുന്ന ശ്രീ CJ റോയ് അവർകൾ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അകാലമായ വേർപാടിൽ ഞാൻ അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഗാധമായ ദുഃഖത്തിൽ പങ്കാളിയാകുകയും ചെയ്യുന്നു. ഒരിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു പരിവാര സമേതം ഒരു ഗജരാജനെ പോലെ അദ്ദേഹം നടന്നു വരുന്നത് വളരെ കൗതുകത്തോടുകൂടിയും അതിലേറെ ആനന്ദത്തോടുകൂടിയും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യം മനോമുകുരത്തിൽ തെളിഞ്ഞു വരികയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ ഈ അടുത്ത കാലത്തായി ഏതാനും വ്യവസായികൾ അനിതര സാധാരണമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഫേ കോഫിയുടെ ഉടമയായിരുന്ന കോടീശ്വരനായ PG സിദ്ധാർത്ഥ മംഗളൂരുവിനടുത്തുള്ള നേത്രാവതി പുഴയുടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഉടമയായിരുന്ന ജോർജ് മുത്തൂറ്റ് ഡൽഹിയിലെ തൻ്റെ വസതിയുടെ 4ാമത്തെ നിലയിൽ നിന്നും ചാടിയാണ് ആത്മാഹുതി ചെയ്തത്. അദ്ദേഹം സഹസ്ര കോടീശ്വരനായിരുന്നു. കൂടാതെ ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടറായിരുന്ന ജോയ് അറയ്ക്കൽ, നമുക്കറിയാം കപ്പൽ ജോയ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. സഹസ്ര കോടീശ്വരനായ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കപ്പലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വീട് നമുക്ക് കേരളത്തിൽ പ്രസിദ്ധമാണ്, അറയ്ക്കൽ പാലസ്. മാനന്തവാടിയിൽ, വയനാട്ടിലെ മാനന്തവാടിയിൽ ഏറ്റവും നല്ലൊരു അതിഗംഭീരമായ, കേരളത്തിലെ ഏറ്റവും വലിയൊരു മണിമാളിക അത് ഇദ്ദേഹത്തിൻ്റേതാണ്. ഇദ്ദേഹം ദുബായിൽ വെച്ച് വലിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 14ാമത്തെ നിലയിൽ നിന്ന് ചാടിയാണ് ആത്മാഹുതി ചെയ്തത്. കൂടാതെ സഹറ ഗ്രൂപ്പിൻ്റെ സുബ്രത റോയ്, അദ്ദേഹം ഇതുപോലെ തന്നെ കോടീശ്വരനായിരുന്നു, ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വിജയ് മല്യ പോലെയുള്ള ആളുകൾ നാടുവിട്ടു പോവുകയാണ്. എന്തു പറ്റി നമ്മുടെ വ്യവസായികൾക്ക്? കർഷക ആത്മഹത്യകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ഒരു ഭാഗത്ത് നാടിൻ്റെ നട്ടെല്ലായ സാമ്പത്തിക മേഖലയുടെ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ വ്യവസായികൾ പരശതം ജനങ്ങൾക്ക് ഉപജീവനോപാധിയായിരുന്ന ഈ ബിസിനസ് മാഗ്നറ്റുകൾ ഇപ്രകാരം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ളൊരു പ്രേരക ശക്തി? അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. വ്യവസായികൾക്ക് കാലാകാല അനുസൃതമായിട്ട് കൗൺസിലിങ്ങും അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും അവരെ ഒരു നല്ലൊരു രീതിയിൽ മാർഗദർശിത്വം കൊടുക്കേണ്ടതും അവർക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകേണ്ടതും അതാത് പ്രദേശത്തെ ഭരണകർത്താക്കളാണ്. ശ്രീ റോയിയുടെ കാര്യത്തിൽ വലിയൊരു നിഗൂഢത, വലിയൊരു പൊരുത്തക്കേടുകൾ ഇതെല്ലാം അവശേഷിപ്പിച്ചിട്ടാണ് റോയ് കടന്നു പോകുന്നത്. ഇത് തന്നെയാണ് ഈ നിഗൂഢമായ, പലപ്പോഴും ബിസിനസ് ടൈക്കൂൺസിൻ്റെയൊക്കെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ നിഗൂഢവും അതീവ രഹസ്യവുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് പുറത്താകുമ്പോഴാണ് പൊതുസമൂഹത്തിന് അതിൻ്റെ മേലുള്ള ജിജ്ഞാസയും ആശങ്കയും ത്വരിതഗതിയിലാവുന്നത്. ഇത് മുതലെടുത്തുകൊണ്ടാണ് പല അഭിനവ മാധ്യമങ്ങളെല്ലാം പല അഭ്യൂഹങ്ങളും ഒരു പരിധിവരെ
യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുമായ കഥകളെല്ലാം പ്രചരിപ്പിക്കപ്പെടുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. യഥാസമയം ഉത്തരവാദിത്തപ്പെട്ടവർ അതിനൊരു വ്യക്തവും സംശയാതീതവുമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകാതിരുന്നതാണ് ഇത്തരം അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പ്രചരിക്കുവാനുള്ള ഒരു അടിസ്ഥാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ നമുക്ക് ആദ്യമേ തന്നെ കേൾക്കുമ്പോൾ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സമ്മർദ്ദത്തിലായ ഡോക്ടർ റോയ് സ്വന്തം നെഞ്ചിൽ നിറയൊഴിച്ച് ആത്മാഹുതി വരിക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ തന്നെ നമുക്കൊരുപാട് സംശയങ്ങൾ സാധാരണ ജനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ തന്നെ പറയുന്നത് നോ ഡെപ്റ്റ് കമ്പനി, നോ ഡെപ്റ്റ് കമ്പനി, ഒരു തരത്തിലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലെ കടബാധ്യതയില്ല. തൊട്ട് പിന്നാലെ കുടുംബം വന്ന് പറയുന്നുണ്ട് നല്ല നിലയിൽ നല്ല ലാഭനീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളത്. ഡോക്ടർ റോയ്ക്ക് ഇപ്രകാരമുള്ളൊരു കടുങ്കൈ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന്. അപ്പം തന്നെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ദുരൂഹത കൂടി, സംശയങ്ങൾ വർദ്ധിച്ചു. ഈ ആദായ നികുതിയുടെ പരിശോധന അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന എന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാ വ്യവസായികളും നേരിടുന്ന സാധാരണ സംഭവമാണത്. അത് ഡോക്ടർ റോയെ സംബന്ധിച്ചിടത്തോളം 10,000 കോടിയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യന് ഈ കേവലം ഒരു ഇൻകം ടാക്സിൻ്റെ റെയ്ഡിൽ അത് നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചോ നല്ലൊരു CA വെച്ചോ കൂടി ഒക്കെ ഇത് അതിജീവിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ കൂടി വന്ന ഫൈൻ അടച്ചൊക്കെ ഇൻകം ടാക്സിൻ്റെ കേവലം നിസ്സാരമായ കാര്യമാണ്. അതൊക്കെ ഡോക്ടർ റോയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ട് അതിജീവിക്കാവുന്ന കാര്യമുള്ളൂ. അപ്രകാരം അതിജീവിക്കാവുന്ന ഒരു പ്രതിസന്ധിയെ ഇപ്രകാരം വില കൊടുത്തത് പരിഹരിക്കേണ്ടതുണ്ടോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ വന്നു. ഈ ആദായ നികുതിയുടെ പരിശോധന ഏകദേശം 1 മാസങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷനും ചില പേപ്പറുകളിൽ ഒപ്പുവയ്ക്കാനും അടഞ്ഞു കിടക്കുന്ന ഏതൊരു മുറി തുറന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായ കൃഷ്ണപ്രസാദ് എന്ന ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ 8ഓളം പേരടങ്ങുന്ന ഒരു സംഘം ബാംഗ്ലൂരിൽ വരുന്നത്. പക്ഷെ ഇവർ പരിശോധനയ്ക്കിടെ ഡോക്ടർ റോയിയെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആയുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല. അദ്ദേഹത്തെ അനാവശ്യമായിട്ട് പുറത്തു പോകാൻ സമ്മതിക്കില്ല. പക്ഷേ അപ്പോഴും ദുരൂഹത ഒന്നുണ്ട്. അദ്ദേഹം ആയുധം കൈവച്ചിരുന്നു, പുറത്തേക്ക് പോയിരുന്നു. ആ ദുരൂഹത അവിടെ നിൽക്കുന്നു. പിന്നെ ഇതിനൊരു എതിർവാദം പ്രചരിക്കുന്നത് അദ്ദേഹത്തിന് തലയിൽ സാധാരണയായിട്ട് വെടിവെച്ചിട്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നും നെഞ്ചിൽ വെടിവെക്കാൻ ആ വണ്ണമുള്ള മനുഷ്യന് സാധിക്കില്ല എന്നൊക്കെയാണ് ഒരു മറുവാദം പറയുന്നതെങ്കിൽ കൂടി ഈ തോക്കിൽ എത്ര സൈലൻസർ ഘടിപ്പിച്ച തോക്കായാലും അതിൽ നിന്ന് ചെറിയൊരു ശബ്ദം പുറത്തേക്ക് വരും. ആ ശബ്ദം ആരും കേട്ടില്ല എന്നൊക്കെ വാദങ്ങളുണ്ട്. അദ്ദേഹത്തെ നാരായണ ഹോസ്പിറ്റൽ 8 കിലോമീറ്ററിന് അപ്പുറത്തുള്ള നാരായണ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് 2 ഹോസ്പിറ്റലുണ്ട്. അതെന്തുകൊണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്ന ആശങ്കകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥമായ ജനം അന്വേഷിക്കട്ടെ, അതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കട്ടെ. നമുക്കറിയാം തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു കുടുംബമായിരുന്നു ജോയിയുടെ. ജോയ് ജനിക്കുന്നതും വളരുന്നതും അതിൻ്റെ കൗമാര യുവത്വമൊക്കെ പിന്നിടുന്നതും എൻജിനീയറിങ്ങിൽ ബിരുദമെടുക്കുന്നതുമെല്ലാം ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ഇതിന് ശേഷമാണ് അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകുന്നത്. അവിടെ നിന്ന് വന്ന ശേഷമാണ് അദ്ദേഹം പ്രമുഖമായ പല കമ്പനികളിൽ HP ഉൾപ്പെടെ പല കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ മാതാവിൻ്റെ ജോലി, അതായത് ചെറിയൊരു വീടുണ്ടാക്കി ആളുകൾക്ക് സ്ഥലം വാങ്ങി വീടുണ്ടാക്കി ആളുകൾക്ക് വിൽക്കുന്ന ഒരു കച്ചവടം മാതാവ് ചെയ്തിരുന്നു. ഇതിലൊക്കെ വളരെയധികം ആകർഷണം ശ്രീ ജോയിക്കുണ്ടായിരുന്നു. തുടർന്നാണ്
അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഈ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഉടമസ്ഥയിലുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വന്ന് ജോലിക്കായിട്ട് ജോയിൻ ചെയ്യുന്നത്. വളരെയധികം അർപ്പണ മനോഭാവത്തോടുകൂടിയും വളരെ കർമ്മശേഷിയോടുകൂടിയും അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമയായ ഈ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ ശ്രീമതി ലതാ നമ്പൂതിരിക്ക് വളരെയധികം ബോധ്യപ്പെടുകയും അവരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് ഇദ്ദേഹത്തെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം അതിൻ്റെ ചുമതലയായിട്ട്, അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെയും പർച്ചേസിങ്ങിൻ്റെയും എല്ലാം ചുമതലയായിട്ടാണ് ശ്രീ ജോയി പ്രവർത്തിക്കുന്നത്. തൻ്റെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പർച്ചേസ് ചെയ്ത പണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വകമാറ്റി എന്നൊക്കെ ആരോപണം ഉണ്ടെങ്കിൽ കൂടിയും, പക്ഷേ അദ്ദേഹം വളരെ, ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പണവും എല്ലാം കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നും പിന്നീടൊരു അഭിപ്രായ വ്യത്യാസത്തിലോ മറ്റോ ജോയി അവിടെ നിന്നും പോകുന്നത്, ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിട്ടു പോകുന്നത്. തുടർന്ന് അദ്ദേഹമാണ് ഈ കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. 5, 6, 7 പാർട്ട്ണർമാരെ വെച്ചുകൊണ്ട് നിസ്സാരമായ തുക സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശുക്രദശ തെളിയുന്നത് ബാംഗ്ലൂരിലെ സച്ചാപൂരിൽ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് 200 ഏക്കറോളം സ്ഥലം നിസ്സാര വിലയ്ക്ക് 12 കോടി ഏകദേശം രൂപയ്ക്ക് അദ്ദേഹത്തിന് വളരെ അങ്ങനെ വലിയ വികസനം വന്നെത്തിയിട്ടില്ലാത്ത സ്ഥലം അദ്ദേഹം 12 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുന്നു. പിന്നെ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്യാണ്. അവിടെ വലിയൊരു ടൗൺഷിപ്പ് പോലെ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് അത് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഭൂമിയുടെ വിപണന മൂല്യം 36 മടങ്ങായിട്ട് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത്ര വലിയൊരു സമ്പത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതാണ് ജോയിയുടെ ഏറ്റവും വലിയൊരു വിജയപ്രദമായിട്ടുള്ള ആദ്യത്തെ പ്രഥമ സംരംഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഇടയ്ക്കാണ് ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം വരുന്നത്, ഐഡിയ സ്റ്റാർ സിംഗർ. അതിൻ്റെ അമരക്കാരൻ ശ്രീകണ്ഠൻ നായരായിരുന്നു. ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ 1ാം സമ്മാന വിജയിക്ക് ഒരു 5 ലക്ഷം രൂപ സമ്മാനം കൊടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ശ്രീകണ്ഠൻ നായർ ഒരു സ്പോൺസറെ തേടി നടക്കുന്നത്. ഇത് അവസാനം ചെന്നെത്തുന്നത് ഈ ഡോക്ടർ റോയിയുടെ അടുത്തേക്കാണ്. അദ്ദേഹം അന്ന് പറയുന്നു, 5 ലക്ഷം രൂപയല്ല ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ വിജയിക്ക്, ഒരു 40 ലക്ഷം രൂപ ഒരു വില മൂല്യം വരുന്ന ഒരു ഫ്ലാറ്റ് സമ്മാനമായി നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ നായർ അക്ഷരാർത്ഥത്തിൽ തന്നെ അമ്പരന്ന് പോയെന്നാണ് പറയുന്നത്. അതോടുകൂടി ശ്രീകണ്ഠൻ നായർ ആ പ്രോഗ്രാം വളരെയധികം വിജയിപ്പിക്കുകയും ഈ പ്രോഗ്രാം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാമിനിടയ്ക്ക് 22 പ്രാവശ്യം ഡോക്ടർ റോയിയുടെ പേരും ഈ കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പും ശ്രീകണ്ഠൻ നായർ പരസ്യപ്പെടുത്തുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ വളരെയധികം വളർച്ചയിലേക്ക്, വൻ പ്രചാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് 100 ഫ്ലാറ്റുകൾ വിറ്റഴിക്കാൻ സാധിച്ചു. ഇതിനോടകം 24,000-ഓളം അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ച് വിപണനം നടത്തി വളർച്ചയുടെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് ജോയി കടന്നു കയറി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയൊരു അഭ്യുന്നതിയിലേക്കാണ് എത്തിച്ചത്. ക്രമേണ ഈ ഒരാളുടെ വളർച്ച പലരിലും ശത്രുതയുണ്ടാക്കും. ഇദ്ദേഹം വളരെ റേറ്റ് കുറച്ചാണ് ഫ്ലാറ്റുകൾ ആളുകൾക്ക് വിൽപ്പന നടത്തിയത്. 20 സ്ക്വയർ ഫീറ്റ് 7,000 രൂപയൊക്കെ
വിൽ മൂല്യമുള്ള ഫ്ലാറ്റുകൾ ഏതാണ്ട് 5000 രൂപ ആ റേഞ്ചിലൊക്കെ ശരാശരി അതിലൊക്കെയാണ് അദ്ദേഹം വിൽപ്പന നടത്തിയത്. 70 ലക്ഷം രൂപയുടെയൊക്കെ ഫ്ലാറ്റ് 40 ലക്ഷം രൂപയ്ക്കൊക്കെ അദ്ദേഹം വിപണനം ചെയ്യുമ്പോൾ ഇത് പല തൽപര കക്ഷികളിലും ആശങ്കയുണ്ടാക്കി എന്നുള്ളതാണ്. തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ റോയ് എന്തെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് ദുബായിൽ പോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിച്ചു. അവിടെയാണ് റോയിക്ക് കൈപൊള്ളിയത്. ദുബായ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്നക്കാലത്ത് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ലോകത്തിലെ ഒരു തുള്ളി എണ്ണ ഉൽപ്പാദിപ്പിക്കാതെ ലോകത്തിലെ എല്ലാ സമ്പന്നന്മാർക്കും അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരു കാലത്ത് ദുബായ് ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരും ആവാസ കേന്ദ്രമായിരുന്നു ദുബായ്. എല്ലാ സുഖസൗകര്യം, 5 നക്ഷത്ര ഹോട്ടലുകളും കൂടാതെ മുന്തിയതനം മദ്യം എന്തും അവിടെ സുലഭമായി കിട്ടത്തക്ക വിധത്തിൽ ജീവിതം അങ്ങേയറ്റം ആനന്ദകരമായി സമ്പന്നർക്ക് ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സജ്ജീകരണവും അന്ന് ദുബായിലുണ്ടായിരുന്നു. ഇൻകം ടാക്സിൻ്റെ പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഗവൺമെൻറ് അതിന് യാതൊരു വിധത്തിലുള്ള രേഖകളും അവിടെ ഹാജരാക്കേണ്ടതില്ല എന്നൊക്കെയായിരുന്നു ഒരു കാലത്ത് ദുബായിലൊരു രീതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് അവിടെ പോയി വൻകിട പ്രോജക്റ്റുകളിൽ, വലിയ വലിയ പ്രോജക്റ്റുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഈ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ദുബായിൽ ഈ സമ്പന്ന ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഇത്തരം ലിബറലൈസ്ഡ് മനോഭാവമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ദുബായ് ഗവൺമെൻറ് നിയമങ്ങളെല്ലാം കുറേ കൂടി കർക്കശമാക്കുന്നത്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അത് കള്ളപ്പണമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിന് 15 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വലിയൊരു കുറ്റമായിട്ടാണ് ദുബായ് ഗവൺമെൻറ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ നമ്മുടെ ഈ എല്ലാ ഭൂസ്വത്തുകളും സർക്കാരിലേക്ക് മുതൽക്കൂട്ടുകയും ചെയ്യും. ഇവിടെ തടവ് ശിക്ഷ ലഭിക്കുന്ന പോലെയല്ല, അവിടെ യാതൊരുവിധ പരോളും കിട്ടാതെയുള്ള തടവ് ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്ക് UAE മൊത്തത്തിൽ ഇപ്പോൾ താരതമ്യേന കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർക്കശമായപ്പോൾ തന്നെ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്രോതസ്സ് കള്ളപ്പണം ആണോ അല്ലയോ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അനധികൃതമായ പണമാണോ ഇവിടെ നിക്ഷേപിക്കുന്നത് എന്നതിൻ്റെ മേലുള്ളൊരു നിയന്ത്രണം UAE മൊത്തത്തിൽ എടുത്തപ്പോഴാണ് റോയിക്ക് പിടിവള്ളി പൊട്ടിപ്പോയത് എന്നാണ് വിശ്വസനീയമായ പല മാധ്യമങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചില റിപ്പോർട്ടുകൾ. അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആ പണം ഇവിടെ നിന്ന് ലാഭമാണ് എന്ന് ഡോക്ടർ റോയി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അതിൽ സംശയം തോന്നിയ ഇരു രാജ്യങ്ങളും അവർ ചില അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും അപ്രകാരം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 5-6 റിയൽ എസ്റ്റേറ്റ് വ്യവസായികളുടെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇൻകം ടാക്സ് അന്വേഷണവും എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണവും വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിന് ആ ടൈമിലാണ്, അപ്പോഴാണ് ഇത് മണത്തറിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് പണം തിരികെ ചോദിച്ചപ്പോൾ റോയിയുടെ ചില സമ്മർദ്ദങ്ങളുണ്ടായി. ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രോജക്റ്റുകളുടെയും പൂർത്തീകരണത്തിനായിട്ട് പണം ആവശ്യമുണ്ട്. അതിൻ്റെ ഒഴുക്കിനെ ഈ റെയ്ഡ് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് റോയി സാധാരണയായിട്ട് വല്ലാതെ സമ്മർദ്ദത്തിലായി എന്നുള്ളതാണ്. ഈ സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം പോകുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുകയും ചില മരുന്നുകൾ കഴിക്കാൻ നിർബന്ധിതനാകുകയും ചെയ്തത്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം അവർക്ക് ഏത് വിധേനയും കൈവശപ്പെടുത്തുവാൻ അവർക്ക് അറിയാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാക്കാരുടെ പണം അതിൻ്റെ പല പേരുകളും പുറത്തേക്ക് വരുമല്ലോ എന്നുള്ളൊരു ആശങ്ക റോയിക്ക് ഉണ്ടായിരുന്നിരിക്കാം. ശ്രീ മോഹൻലാലിൻ്റെ ഒരു 3000 കോടിയോളം രൂപ ഡോക്ടർ റോയിയുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് കുടുംബം നിഷേധിച്ചിട്ടുണ്ട്. എന്നാലും പൊതുസമൂഹം അതങ്ങനെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ
ഒരു സിനിമയിൽ നിന്ന് ഏകദേശം ഒരു 20-25 കോടി രൂപയോളം പ്രതിഫലം പറ്റുകയും ഒപ്പം തന്നെ സ്വദേശത്തും വിദേശത്തുമായി അനവധി വ്യവസായ ശാലകളുമുള്ളൊരു ബിസിനസ് സ്ഥാപനങ്ങളുമുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ ഒരു ഭാഗത്തു നിന്ന് കുമിഞ്ഞുകൂടുന്ന പണം അടുത്ത ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഇത്തരം വ്യവസായികളെടുത്ത് ഏൽപ്പിച്ചാൽ തന്നെ അതിൽ ഒരു തെറ്റും പറയാനില്ല. കാരണം പൊതുസമൂഹം അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് പൊതുജനം അങ്ങനെ ആശങ്കപ്പെട്ടാൽ തന്നെയും അങ്ങനെ സംശയിച്ചാൽ തന്നെയും അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിനിമാക്കാരുടെയും പ്രൊഡ്യൂസർമാരുടെയും പണം മാത്രമല്ല, പൊളിറ്റിക്കൽ കറപ്റ്റഡ് മണി, രാഷ്ട്രീയക്കാരുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്ന അഴിമതി പണം, അതും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഒരു ശാപമാണ് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്നുള്ളത്. ഈ പണം റോയുടെ കൈവശം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാതെ ഈ പറഞ്ഞ പോലെ ശ്രീലങ്കയിൽ ഒരു മെഡിക്കൽ കോളേജ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അഴിമതി പണമാണ്, അതൊന്നാണ്. പിന്നെ തിരുവനന്തപുരത്തൊരു മാള് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അഴിമതി പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഈ പറഞ്ഞ പോലെ പല സിനിമകളും ഹിറ്റ് സിനിമകൾ തുടർച്ചയായിട്ട് ഇറങ്ങുന്ന അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വളഞ്ഞ വഴിയിലുള്ള ഒരു അഴിമതി പണമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരിയുടെ അഴിമതി പണമാണ് ഒരു വലിയൊരു ജ്വല്ലറി ശൃംഖലയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ അഴിമതി പണം, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ സിനിമക്കാരുടെ അഴിമതി പണം വൻതോതിൽ പണം കുമിഞ്ഞുകൂടുമ്പോൾ അത് ഇത്തരം കച്ചവട വ്യവസായ ആവശ്യങ്ങൾക്ക് അത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു അപാകതയില്ലാത്ത കാര്യമാണത്. അതായത് ഡോക്ടർ റോയുടെ കൈവശം കുറേ തുക കൊടുത്തിട്ടുണ്ട്, അത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഡോക്ടർ റോയ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ആർഭാട ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, വ്യവസായികൾ ഇഷ്ടം പോലെ നമുക്കറിയാം. ഇപ്പോൾ ഈ കിറ്റസ് ഗ്രൂപ്പിൻ്റെ വ്യവസായി ആയാലും ഈ രവി പിള്ള ആയാലും ഗോകുലം ഗോപാലനായാലും എല്ലാ വ്യവസായികളെയും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ റോയിയെപ്പോലെ ഉള്ള ഒരു അത്യാർഭാടത്വം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു വ്യവസായം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് റോയ്സ് കാറ്, ലംബോർഗിനി കാർ ഉൾപ്പെടെയുള്ള വില കൂടി ഏകദേശം ഒരു കാറിന് ഒരു 10-15 കോടി രൂപ വില വരുന്നതാണ്. പിന്നെ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ജെറ്റ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇത്ര വില വരുന്ന ഒരു ദിവസം 35,000 രൂപ റേറ്റ് വരുന്ന ബാംഗ്ലൂരിലുള്ള ഹോട്ടലിലൊക്കെയാണ് മുന്തിയ ഹോട്ടൽ. ആ റൂം മുഴുവൻ മൊത്തം ഏരിയ മുഴുവൻ അദ്ദേഹം ബുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം താമസിച്ചത്. വലിയൊരു ആർഭാട ജീവിതം, അതിലൊന്നും തെറ്റില്ല. വ്യവസായികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതം എത്ര വേണമെങ്കിലും നിസ്സീമമായിട്ട് തന്നെ ആർഭാട ജീവിതം ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഈ ആർഭാടത്വം അദ്ദേഹം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തതാണോ അതോ ഒരു പ്രദർശനപരമായിട്ടുള്ളൊരു പ്രത്യേകതയായിരുന്നു എന്നറിയില്ല. ഈ ആർഭാടത്വത്തിൽ നിന്നുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ആകർഷിക്കപ്പെട്ടത്. ഇത്രമേൽ അതിസമ്പന്നനായിട്ടുള്ള ഡോക്ടർ റോയുടെ കൈവശം തങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും എന്ന് കരുതി പല രാഷ്ട്രീയ പ്രമുഖന്മാരും സിനിമാ താരങ്ങളും അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത് നല്ല രീതിയിൽ പോട്ടെ എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അത് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും അറിയില്ല. അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിക്കട്ടെ, പഠിക്കട്ടെ, പൊതുസമൂഹത്തോട് പറയട്ടെ. പക്ഷേ അദ്ദേഹം എന്തിനെയോ ഭയപ്പെട്ടിരുന്നു എന്നുള്ള സത്യമാണ്. കാരണം 10-15ഓളം പേര് വരുന്ന അംഗരക്ഷകരോടൊപ്പം ഒരു കയ്യിൽ എപ്പോഴും റിവോൾവറുമായിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്ലോറിലുള്ള എല്ലാ മുറികളും അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ലിഫ്റ്റിൽ അദ്ദേഹത്തിന് മാത്രമായിട്ട് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കണം എന്നുള്ള കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ റോയ് പിന്നെ ഇപ്പോൾ കയ്യിൽ റിവോൾവർ എടുക്കാൻ മറന്നുപോയാൽ തന്നെ അദ്ദേഹം അസ്വസ്ഥനാകുമായിരുന്നു.
അപ്പം അങ്ങനെ തൻ്റെ ജീവന് ഭീഷണി ഉണ്ടോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്രകാരം ജീവന് ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഇപ്രകാരം ഒരു കടുങ്കൈ ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ എന്നും പൊതുസമൂഹം ആശങ്കയോടെ നോക്കിക്കാണുക ചെയ്തത്. അടുത്തൊരു ദുരൂഹതയായിട്ട് പൊതുസമൂഹം നോക്കിക്കാണുന്ന അദ്ദേഹത്തിൻ്റെ സ്ലോവാക്യൻ ബന്ധമാണ്. ഈ കേരളത്തിൻ്റെ കർണാടകയുടെയും ഓണററി കോൺസുലേറ്റാണ് ഡോക്ടർ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ഒരു പദവി സ്വീകരിച്ചു എന്നുള്ളത് വളരെയധികം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അത്ര നല്ലൊരു രാജ്യമല്ല. ഒരു 5 ലക്ഷം അമേരിക്കൻ ഡോളർ നൽകിയാൽ ആർക്കും കിട്ടാവുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഈ സ്ലോവാക്യയുടെ ഓണറി കോൺസുലേറ്റ് പദവി എന്ന് പറയുന്നത്. ഈ കോൺസുലേറ്റർ പദവി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല എയർപോർട്ടുകളിലും ഈ ഡിപ്ലോമാറ്റിക്കൽ മാർഗങ്ങളിലൂടെ പുറത്ത് പോകാനും വരാനും പല സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാകാനൊക്കെ അതിന് കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിൻ്റെയും, അതായത് ഈസ്റ്റ് യൂറോപ്പിൻ്റെയും വെസ്റ്റ് യൂറോപ്പിൻ്റെയും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്ലോവാക്യ എന്ന് പറയുന്നത്. ഇത് പോളണ്ട്, ഉക്രൈൻ, ഹംഗറി, ഓസ്ട്രേലിയ എന്ന് പറയുന്ന കുറേ രാജ്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നത്. പക്ഷേ ഈ രാജ്യം ഈ പല വിധ്വംസ പ്രവർത്തനങ്ങൾക്കും, ആയുധ കച്ചവടം, മയക്കുമരുന്ന്, ഡ്രഗ്സ് തുടങ്ങിയ തുർക്കി, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസലഹരികൾ, ഇതിൻ്റെയൊക്കെ ഒരു ട്രാൻസിറ്റ് റൂട്ടാണ്. ഈ പല പ്രദേശത്തേക്കും കടന്നു പോകുവാനുള്ളൊരു, പക്ഷേ സ്ലോവാക്യ കാര്യമായിട്ട് അവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതൊരു വ്യവസായ രാജ്യമാണത്. പക്ഷേ ഈ സ്ലോവാക്യ കൂടിയുള്ള ഒരു ട്രാൻസിറ്റ് റൂട്ടാണ് പല രാജ്യങ്ങളിലേക്കും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ അഫ്ഗാനിസ്ഥാൻ എന്നും തുർക്കിയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ലഹരി വസ്തുക്കൾ സ്ലോവാക്യയിൽ വെച്ച് അത് വിപണനത്തിൻ്റെ ഒരു ഏജൻഷിപ്പ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ സ്ലോവാക്യ ഗവൺമെൻറ് ഇത് കർശനമായിട്ട് ഇത്തരം വിധ്വംസ പ്രവൃത്തികളെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അതത്ര വിജയപ്രദമായില്ല എന്നുള്ളതാണ് നമുക്ക് പല സമയങ്ങളും നോക്കിക്കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ റോയ് ഇങ്ങനൊരു ബന്ധത്തിന് മുതിർന്നു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നൊരു കാര്യമാണ്. ഇപ്രകാരം സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ടൊരു ബന്ധം, അത് എന്തെങ്കിലും ആവട്ടെ, അവിടെ എന്ത് ദുരൂഹത ഉണ്ടായാലും ഡോക്ടർ റോയ് ഒരു പരിധിവരെ നല്ലൊരു വ്യക്തിത്വവും നമുക്കറിയാം ഒരുപാട് ചാരിറ്റബിൾ വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അദ്ദേഹം സ്പോൺസർ ചെയ്താണ്. പല ടെലിവിഷൻ പ്രോഗ്രാം അദ്ദേഹം സ്പോൺസർ ചെയ്താണ്. പ്രളയ സമയത്ത് അദ്ദേഹം ഇവിടെ ആലുവ ഭാഗങ്ങളിലൊക്കെ വന്ന് 10-15ഓളം വീടുകൾ പല പാവങ്ങൾക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, കോൺഫെഷൻ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു മനസ്സിനുടമയായിരുന്നു. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നല്ലൊരു മനസ്സിനുടമയായിരുന്നു. വിജയപ്രദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംരംഭം ഈ പല വിടലുകളിൽ നിന്നെല്ലാം മനംനൊന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറയപ്പെടാവുന്ന വിധത്തിലുള്ളൊരു നോട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ തൻ്റെ സ്വത്ത് വകകൾ, തൻ്റെ ഈ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണമെന്നും ആളുകളോടുള്ള കടപ്പാടുകളുണ്ട് അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ ഈ ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോകണമെന്നെല്ലാം അദ്ദേഹം ഡയറി കുറിപ്പിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഈ ഒരു ദൗത്യം മാസങ്ങളായിട്ട് തീരുമാനിച്ചതാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയില്ല, മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഉഗ്രപ്രതാപിയായ ഒരു മനുഷ്യൻ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതെയായി മണ്ണിൻ്റെ അടിയിൽ പോയി എല്ലാവരെയും നടക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു വ്യവസായി, വൻ വ്യവസായി, അദ്ദേഹം 10,000 കണക്കിന് ആളുകൾക്ക് ഒരു ഉപജീവനോപാധിയായിട്ട് നിന്ന മനുഷ്യനായിരുന്നു.
നാടിൻ്റെ നട്ടെല്ലായ ഒരു വ്യവസായ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയായിരുന്നു. ജനങ്ങളുടെ പല സിനിമകൾ, കാസിനോ പോലുള്ള സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകളുടെയും സിനിമയുടേതായാലും ഒരു എൻ്റർടൈൻ മേഖലയിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രമാത്രം ഒരു സമൂഹത്തിൻ്റെ അവിഭാജ്യമായ ഘടകമായി നിലകൊണ്ടിരുന്ന റോയിയുടെ നിര്യാണത്തിൽ സിനിമാ പ്രവർത്തകർ, സിനിമാ മുൻനിരയിൽ നിൽക്കുന്ന സിനിമാ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഒഴികെ മറ്റാരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നു. നമ്മുടെ രാഷ്ട്രീയ കേരളമായാലും നമ്മുടെ സാംസ്കാരിക കേരളമായാലും നമ്മുടെ ഇൻഡസ്ട്രിയൽ കേരളമായാലും അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരു അനുശോചനം അറിയിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ അവസാന അന്ത്യനിമിഷങ്ങൾക്കായിട്ട് അങ്ങോട്ട് കടന്ന് ചെല്ലാതിരുന്നത് വളരെയധികം ലജ്ജാകരമായി പോയി എന്നാണ് ഞാനിപ്പോഴും എപ്പോഴും എന്നും ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ 100,000 വർഷങ്ങളോളം ജനഹൃദയങ്ങൾ അദ്ദേഹം ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.